വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഉൾപ്പെടുത്തിയിട്ടുള്ള ധനബില്ലിന്റെ ചർച്ച പ്രതിപക്ഷം ബഹിഷ്കരിച്ചു. പ്രതിപക്ഷം സഭാ കവാടത്തിലേക്ക് ഇറങ്ങിയ ശേഷം നേരത്തെ പ്രതികരിക്കുന്നതാണ് നമ്മൾ കേട്ടത്. പ്രശാന്ത് കൃഷ്ണ നിയമസഭയിൽ നിന്ന് വിവരങ്ങളുമായി. പ്രശാന്ത്, ഈ വിഷയത്തിൽ ക്രമപ്രശ്നവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയിരുന്നു. അക്കാര്യം മുഖ്യമന്ത്രി വിശദീകരിക്കുകയുണ്ടായി. ഈ ധനബില്ലുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചത്? പ്രശാന്ത്, ഈ ധനബില്ലുമായി ബന്ധപ്പെട്ട് എന്താണിന്ന് നിയമസഭയിൽ നടന്നത്? ശ്രീജ, ധനബില്ല് നിയമസഭയിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ചു. നമുക്കറിയാം, വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി നിശ്ചയിച്ചിട്ടുള്ള ബില്ല്, ഈ ബില്ല് ആണ് നിയമസഭയിൽ അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് എതിർപ്പുകൾ ഉണ്ടായി, ലീഗൽ ഒബ്ജക്ഷൻ ഉണ്ടായി. മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ ഉറപ്പിനെതിരാണ്. അതായത് UDF നയപരമായ ചർച്ചയ്ക്ക് ശേഷം മാത്രമേ ഇത് നടപ്പാക്കൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ആ ഉറപ്പിനെതിരാണ്, ആവശ്യമായ ചർച്ചകൾക്ക് ശേഷം നടപ്പാക്കുമെന്ന് പറഞ്ഞ ശേഷം ബില്ലിൽ ഇത് ഉൾപ്പെടുത്തിയതായിരുന്നു പ്രതിപക്ഷം ഉന്നയിച്ചത്. നിയമസഭയിൽ പറഞ്ഞ കാര്യങ്ങൾ വിശ്വാസത്തിലെടുക്കാതെയുള്ള ബില്ല്, അതുകൊണ്ട് തന്നെ മാത്രമല്ല ബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് അയക്കാത്തതിനെതിരെ പ്രതിപക്ഷം വലിയ വിമർശനം ഉന്നയിച്ചു. ആദ്യം KN ബാലഗോപാലാണ് ഈ വിഷയം ഉന്നയിച്ചത്. എക്സൈസ് വകുപ്പ് വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി നടപ്പാക്കാൻ തീരുമാനിച്ചിരുന്നില്ല, LDFന്റെ കാലത്തെന്ന വിഷയവും നിരത്തി. സഭയുടെ എല്ലാ നിർദ്ദേശങ്ങളും ലംഘിച്ചാണ് ഈ ധനബില്ലെന്നായിരുന്നു പ്രതിപക്ഷം ഉന്നയിച്ച വിമർശനം. ഏതായാലും ബില്ല് നിയമസഭ പാസാക്കിയാലും നികുതി നിലവിൽ വരില്ല എന്ന് ഈ ഗസറ്റ് ഇറക്കിയപ്പോൾ അതിൽ പറയുന്നുണ്ട്. കാരണം സെക്ഷൻ 3(5), അതായത് 3 എന്നത് ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി നിശ്ചയിക്കുന്ന വകുപ്പാണ്. അത് ഇക്കാര്യത്തിൽ ഒരു സർക്കാർ പിന്നീട് ഗസറ്റ് ഇറക്കുമ്പോൾ മാത്രമേ അത് പ്രാബല്യത്തിൽ വരൂ എന്ന് വിശദീകരിക്കുന്നു. അതിനെയും പ്രതിപക്ഷം വിമർശിച്ചു. അതായത് ബില്ല് പാസാക്കിയാലും നടപ്പാക്കാൻ, നികുതി നിർദ്ദേശം നടപ്പാക്കാൻ ഉത്തരവിറങ്ങുമെന്നാണ് പറയുന്നത്. ഇത് എക്സിക്യൂട്ടീവിനെ ലെജിസ്ലേച്ചറിന് മുകളിൽ പ്രതിഷ്ഠിക്കുകയാണ് സർക്കാർ ചെയ്യുന്നതെന്നാണ് പ്രതിപക്ഷം വിമർശിച്ചത്. മുഖ്യമന്ത്രി വിശദീകരിച്ചത് എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുള്ള ബില്ലാണ് നിയമസഭയിൽ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. സമാനമായ വ്യവസ്ഥകൾ മുൻ ധനമന്ത്രി സഭയിൽ വെച്ച ബില്ലിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് അവസാന ബജറ്റ് 2026 ഫെബ്രുവരിയിൽ LDF സർക്കാരിന്റെ അവസാന ബജറ്റ് പാസാക്കിയപ്പോഴും ഈ സബ്ജക്ട് കമ്മിറ്റിക്ക് അയച്ചിരുന്നില്ല എന്ന കാര്യം VD സതീശൻ ഉന്നയിച്ചു. അന്ന് അങ്ങനെ സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെ ബജറ്റ് പാസാക്കിയവരാണ്, ധനബില്ല് പാസാക്കിയവരാണ് ഇപ്പോൾ നിയമപരമായ എതിർപ്പ് ഉന്നയിക്കുന്നത്. ഇതോടെയാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സീറ്റിൽ നിന്ന് എഴുന്നേറ്റത്. കാര്യോപദേശ സമിതിയിൽ വെച്ച് ധനബില്ല് അവതരിപ്പിക്കുന്നതിനോട് കാര്യോപദേശ സമിതിയിൽ ഇതില്ലാതെ, അതായത് കാര്യോപദേശ സമിതിയിൽ ഈ സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെ ധനബില്ല് അവതരിപ്പിക്കുന്നതിനോട് പ്രതിപക്ഷം യോജിച്ചു എന്നത് ശരിയാണെന്ന് പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ ഇങ്ങനെ ഒരു ഒളിച്ചു കടത്തൽ, അതായത് മദ്യത്തിന്റെ നികുതി ഉൾപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ഒളിച്ചു കടത്തൽ ഉണ്ടാകുമെന്ന് പ്രതിപക്ഷം കരുതിയിരുന്നില്ല എന്നാണ് പിണറായി വിജയൻ വിശദീകരിച്ചത്. തുടർന്ന് ചില ആരോപണങ്ങൾ കൂടി, അതായത് ഉണ്ടാക്കാൻ കഴിഞ്ഞ സർക്കാർ ശ്രമം നടത്തുന്നത് എന്നത് സത്യമാണ്. പക്ഷേ അതിന് സർക്കാരിൽ നിന്ന് ഫൈൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്, അല്ലാതെ അത് കർഷകരെ സഹായിക്കാൻ വേണ്ടിയാണ്. അന്ന് നികുതി നിശ്ചയിക്കാനുള്ള ചില നിർദ്ദേശങ്ങളും ഉണ്ടായിട്ടുണ്ടാകാം, പക്ഷേ അതൊന്നും നടപ്പാക്കിയിരുന്നില്ല. പക്ഷേ ഇതോടെ മുഖ്യമന്ത്രി അതിന് മറുപടിയായി എഴുന്നേറ്റു. അങ്ങനെയാണെങ്കിൽ കർഷകരെ സഹായിക്കാനാണെങ്കിൽ എന്തിന് ബക്കാടി കമ്പനിയുമായി ചർച്ച നടത്തി? ബക്കാടി കമ്പനി കർഷകരാണോ? 40 ഫൈൻ എന്നത് പ്രതിപക്ഷം ചുമ്മാ പറയുന്നതാണ് എന്ന അടക്കമുള്ള മറുപടിയും മുഖ്യമന്ത്രി നൽകി. ഈ അവസരത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ബഹിഷ്കരിച്ചിറങ്ങിപ്പോയി. അതായത് ഇപ്പോൾ ധനബില്ലിന്റെ ചർച്ച 2 മണിക്കൂറാണ് ചർച്ച നിശ്ചയിച്ചിരിക്കുന്നത്. പക്ഷേ പ്രതിപക്ഷം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല. ഭരണപക്ഷ അംഗങ്ങൾ മാത്രമേ ചർച്ചയിൽ പങ്കെടുക്കുന്നുള്ളൂ. ഈ ചർച്ചകൾക്ക് ശേഷം മുഖ്യമന്ത്രി മറുപടി പറയുമ്പോൾ തീർച്ചയായും ഈ മദ്യത്തിന് നികുതി നിശ്ചയിച്ചതുമായി ബന്ധപ്പെട്ട കാര്യത്തിലുള്ള കൂടുതൽ വിശദീകരണം നമുക്ക് പ്രതീക്ഷിക്കാം. നേരത്തെ തന്നെ ബില്ല് പാസാക്കി കഴിഞ്ഞാലും UDFന്റെ നയപരമായ ചർച്ചയ്ക്ക് ശേഷം മാത്രം ഗസറ്റ് ഇറക്കി ഇറക്കിയ ശേഷം മാത്രമേ നടപ്പാക്കൂ എന്ന കാര്യം, അല്ലെങ്കിൽ UDF എന്ത് അനുവദിക്കുമോ അത് മാത്രമേ നടപ്പാക്കൂ എന്ന കാര്യം വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട വിശദീകരണം തന്നെയായിരിക്കും മുഖ്യമന്ത്രി നൽകുക. അതിനപ്പുറത്തേക്കുള്ള ഒരു വിശദീകരണവും മറുപടി നൽകിയത് നിയമസഭയിൽ നിന്ന്.